തന്റെ ബാഗ് എടുത്ത് വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് പോയി അവർ. എന്നാൽ വാതിൽ തുറന്നതോടെ ഇരുവരും അതിശയിക്കുന്നു. അപ്പാർട്ട്മെന്റിന്റെ പ്രധാന വാതിലിന് മുമ്പിലായി ഒരു പ്രത്യേകത നിറഞ്ഞ കറുത്ത മതിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട ഒലീവിയ തന്നെ പോകാൻ സമ്മതിക്കെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഈ മതിലിനെ പറ്റി തനിക്ക് അറിയില്ലെന്നും താനല്ല ഇത് ചെയ്തതെന്നും ടിം പറയുന്നു. ഉടൻ തന്നെ അവർ അപ്പാർട്ട്മെന്റിന്റെ മറ്റു ജനലുകളും വാതിലുമെല്ലാം പരിശോധിക്കുന്നു. എല്ലായിടവും മതിലിനാൽ ചുറ്റപ്പെട്ടതായി അവർ കാണുന്നു. തങ്ങൾ അപ്പാർട്ട്മെന്റിനുള്ളിൽ അകപ്പെട്ടു എന്നവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഒലീവിയ തന്റെ ഫോൺ എടുത്ത് വീടിന്റെ ഉടമസ്ഥനെ വിളിക്കുന്നു. എന്നാൽ വീടിനുള്ളിലെ സിഗ്നൽ മുഴുവൻ കട്ടായതിനാൽ ആരെയും ഫോൺ വിളിക്കാൻ സാധിക്കുന്നില്ല. മതിലിനടുത്ത് നിന്ന് ഫോൺ വിളിക്കാൻ ശ്രമിച്ച ടിം പെട്ടെന്ന് ഫോണിലെ ചില വ്യത്യാസങ്ങൾ കാണുന്നു. എന്നാൽ അതെന്താണെന്ന് ടിമ്മിന് മനസ്സിലാകുന്നില്ല. ഉടൻ തന്നെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ആ മതിൽ തുരക്കാൻ ഒലീവിയ ശ്രമിക്കുന്നു. എന്നാൽ അവർക്കതിന് സാധിക്കുന്നില്ല. ഇരുവരും വീണ്ടും വഴക്ക് തുടരുന്നു. ദേഷ്യത്താൽ ടിം തന്റെ മൊബൈൽ ഫോൺ ആ കറുത്ത മതിലിലേക്ക് എറിഞ്ഞുടയ്ക്കുന്നു. പെട്ടെന്ന് ടിം മതിലിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു. ഫോണിനുള്ളിലെ ഒരു ഇരുമ്പിന്റെ കഷ്ണമായിരുന്നു അത്. ആ കറുത്ത മതിലിന് ഒരു മാഗ്നറ്റിക് ശക്തി ഉള്ളതായി ടിം കണ്ടുപിടിക്കുന്നു. ഇരുവരും ചേർന്ന് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ ആ മതിലിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. മതിലിൽ എവിടൊക്കെയാണ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അത്. എന്നാൽ ആ വസ്തുക്കളെല്ലാം മതിലിൽ നിന്ന് അവരുടെ നേർക്ക് വരുന്നു. ഇരുവരും ഉടൻ തന്നെ തറയിലേക്ക് വീഴുന്നു. അവരുടെ പുറത്തു കടക്കാനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെടുന്നു. കുറച്ചു സമയത്തിന് ശേഷം അടുത്ത ഫ്ലാറ്റിലെ ആളുകൾ തമ്മിലുള്ള വഴക്ക് അവർ കേൾക്കുന്നു. അതിനാൽ തന്നെ അവിടേക്ക് പോകാൻ അവർ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് അപ്പാർട്ട്മെന്റിന്റെ വാൾ തുരക്കുന്നു അവർ. പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലാറ്റിലെത്തിയ അവർ ഒരു സ്ത്രീ അവശയായി കിടക്കുന്നത് കണ്ടു. ഒലീവിയ അവരെ ആശ്വസിപ്പിച്ച് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഉടൻ തന്നെ ടിമ്മിനെ ഒരാൾ ആക്രമിക്കുന്നു. ടിമ്മും ഒലീവിയും ചേർന്ന് തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതിയാണ് അയാൾ അങ്ങനെ ചെയ്തത്. ടിമ്മിനെ രക്ഷിക്കാനായി ഒലീവിയ ഒരു സ്പ്രേ അയാളുടെ കണ്ണിലേക്ക് അടിക്കുകയാണ്. എന്നാൽ അയാൾ തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും തന്നെ രക്ഷിക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും ആ സ്ത്രീ പറയുന്നു. എന്നാൽ ഡ്രഗ്സ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അയാളുടെ കൈകൾ കെട്ടിവെക്കുകയാണ് ടിം. അന്ന എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അയാളുടെ പേര് മാർവിൻ എന്നും. ഇരുവരും അടുത്ത വർഷം കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അന്ന പറയുന്നു. ഉടൻ തന്നെ ടിം തിരിച്ചവരുടെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഫ്ലാറ്റ് മുഴുവൻ പരിശോധിക്കുകയാണ് ടിം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ടിമ്മിന് അവിടെ നിന്നൊരു കോടാലി കിട്ടുന്നു. ആ കോടാലി ഉപയോഗിച്ച് ആ മതിൽ തകർക്കാൻ ശ്രമിക്കുന്നു അവർ. എന്നാൽ അവർ വീണ്ടും പരാജയപ്പെടുന്നു. ആർക്കിടെക്റ്റായ ഒലീവിയ ഉടൻ തന്നെ മറ്റൊരു പദ്ധതി ഉണ്ടാക്കുന്നു. അവർ നിൽക്കുന്ന തറ പൊളിച്ച് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുക. അവിടെ നിന്ന് ബേസ്മെന്റിലേക്കും ബേസ്മെന്റ് വഴി സബ്വേയിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്. അതുവഴി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒലീവിയ പറയുന്നു. ഉടൻ തന്നെ ടിം അപ്പാർട്ട്മെന്റിന്റെ തറ പൊളിക്കാൻ ആരംഭിക്കുന്നു. കുറച്ചു സമയം കൊണ്ട് അയാൾ അത് പൂർത്തിയാക്കുന്നു. ടിം ഉടനെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. ടിം ഇറങ്ങിയത് ഓസ്വാൾട്ട് എന്ന പേരുള്ള ഒരു വൃദ്ധന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ്. തങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി ഓസ്വാൾട്ട് ടിമ്മിന് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല, ബേസ്മെന്റിലേക്ക് പോകാൻ വേണ്ടിയാണ് വന്നതെന്ന് ടിം പറയുന്നു. പക്ഷെ തന്റെ അപ്പാർട്ട്മെന്റിലൂടെ പോകാൻ സാധിക്കില്ല എന്ന് ഓസ്വാൾട്ട് പറഞ്ഞു.